നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെയാണ് സാധാരണ പ്രതികരിക്കുന്നത്? ഒന്നുകിൽ അതിനെ പുച്ഛിച്ച് തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കാം. അതുമല്ലെങ്കിൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതുവരെയുള്ള നിങ്ങളുടെ അറിവിനും ബോധ്യത്തിനും എതിരാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ആത്മീയത എന്നത് ദൈവസ്നേഹം മാത്രമല്ല, സഹജീവി സ്നേഹം കൂടിയാണെന്ന് നാം മറക്കരുത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന യോഹന്നാൻ്റെ പ്രബോധനം അവഗണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. തങ്ങളോടൊപ്പം ആരാധിച്ചിരുന്ന ഒരു സഹോദരനെ സൗഖ്യമാക്കിയതിൻ്റെ പേരിൽ കർത്താവിനെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട മനുഷ്യരുടെ ഹൃദയകാഠിന്യം നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ മത നേതാക്കന്മാർ യേശുവുമായി ഇടഞ്ഞ ശബത്ത് നാൾ സംവാദം തുടരുന്നതാണ് നാം കാണുന്നത്. യേശു അനേകരെ സൗഖ്യമാക്കിയെന്ന് ഈ അധ്യായത്തിൽ നിന്നും വ്യക്തമാണ്. വേണമെങ്കിൽ തളർവാദം പിടിച്ചു കിടന്നിരുന്ന ആ പക്ഷപാതക്കാരൻ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതുപോലെ ഈ സംഭവങ്ങളെല്ലാം ഒന്നൊന്നായി രേഖപ്പെടുത്താമായിരുന്നു. ഓരോ സംഭവവും സൂക്ഷ്മദർശിനിയിലൂടെ കാണിച്ച് നമ്മെ ആകാംക്ഷാഭരിതരാക്കുവാൻ അല്ല മർക്കോസ് ഇവിടെ ശ്രമിക്കുന്നത്. പിന്നെയോ ദൂരദർശിനിയിലൂടെ അനേകർ സൗഖ്യം ആകുന്നത് കാണിക്കുകയാണ് മർക്കോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ യേശു എത്ര അത്ഭുതം പ്രവർത്തിച്ചു കാണും എന്ന ചോദ്യത്തിന് മറുപടി കൃത്യമായി കൊടുക്കുവാൻ കഴിയാതെ വരുന്നു. അങ്ങനെ കണക്കുകൂട്ടി കിട്ടുന്ന ഏതൊരു നമ്പറും ഊഹം മാത്രമായിരിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ എണ്ണമറ്റ അത്ഭുതങ്ങൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. ആദ്യത്തെ 2 വാക്യങ്ങൾ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉയർന്നു വരാം. ഈ പറഞ്ഞ വരണ്ട കൈയുള്ള മനുഷ്യനെ ഒരു ദുരുദ്ദേശത്തോടെ പള്ളിയിൽ അന്ന് ആരെങ്കിലും കൊണ്ടിരുത്തിയതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അവനെ അവിടെ കൊണ്ടിരുത്തിയതാണ്. യേശു അനേകരെ സൗഖ്യമാക്കിയായിരുന്നല്ലോ. അപ്പോൾ ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ യേശുവിൻ്റെ വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ യേശു വെറുതെ ഇരിക്കില്ല എന്ന് യേശുവിൻ്റെ ശത്രുക്കൾക്കറിയാമായിരുന്നു. അങ്ങനെ യേശു വരുമെന്ന് തീർച്ചയുള്ള ആ പള്ളിയിൽ ആ മനുഷ്യനെ കൊണ്ടിരുത്തി. അതവർക്ക് യേശുവിനെ വീഴിക്കുവാനുള്ളൊരു കെണിയായി മാത്രമേ തോന്നിയുള്ളൂ. എന്നാൽ അവരുടെ ഈ പ്രവൃത്തിയിലൂടെ അവർ വാസ്തവത്തിൽ യേശുവിനൊരു അംഗീകാരം നൽകിയായിരുന്നില്ലേ? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലേ? അവിടുന്ന് കരുണാസമ്പന്നനാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു നിശ്ചയമായും ഈ രോഗിയായ മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ശബത്ത് നാളിൽ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് മൂലം ശബത്ത് നാളിനെ ലംഘിക്കുന്ന കുറ്റം യേശുവിൻ്റെ മേൽ ചുമത്തുവാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു കാണും. അങ്ങനെ ആ മനുഷ്യനെ അവിടെ കൊണ്ടിരുത്തി. യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ്റെ ശത്രുക്കൾ നോക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ അധികം വൈകാതെ യേശു ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്,
വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. യേശു ഇവിടെ എന്തോ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. യേശു ആ മനുഷ്യനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ യേശു ആ മനുഷ്യനോട് വന്ന് നടുവിൽ നിൽക്കുക, എനിക്ക് നിന്നോട് ചിലത് പറയുവാനുണ്ട് എന്ന് പറഞ്ഞു കാണും. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 4-ാം വാക്യത്തിൽ, പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. യേശു ഈ മതനേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടോ. അവർ അവൻ്റെ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല എന്ന് തന്നെ തീരുമാനിച്ചതുപോലുണ്ടല്ലേ. കാരണം അവർ അവനോട് ഉത്തരം പറഞ്ഞപ്പോഴൊക്കെ അവർ അബദ്ധത്തിൽ ചാടിയിട്ടേ ഉള്ളൂ. എന്നാൽ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നായിരിക്കും അവരുടെ ചിന്ത. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി അവൻ്റെ കൈ സൗഖ്യമാക്കി. ഇവിടെ യേശു അവരുടെ പാരമ്പര്യത്തിൻ്റെ ചുവപ്പ് നാടയെല്ലാം പൊട്ടിച്ച് ഇസ്രായേലിന് ദൈവം ആദിയിൽ ശബത്ത് നാൾ നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. വാസ്തവത്തിൽ ഈ മതനേതാക്കന്മാർ യേശുവിനോട് മറുപടി പറയുവാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം അവർ പറയുന്നതും കാണിക്കുന്നതും എല്ലാം തെറ്റാണെന്ന്. ഇവിടെ യേശു കോപത്തോടെ ചുറ്റും നോക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? യേശുവിന് കോപം വരും എന്നോർത്തിരിക്കുക. അത് നമ്മുടെ കോപം പോലെയല്ല എന്ന് മാത്രം. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോപത്തിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നൈമിഷികമായ ഒരു കോപത്തെ കാണിക്കുന്നതാണ്. അതേസമയം തന്നെ അവൻ ദുഃഖിച്ചു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം തുടർന്നുകൊണ്ടിരിക്കുന്ന, നീണ്ടുകൊണ്ടിരിക്കുന്ന ദുഃഖമെന്നത്രേ. അതാണ് യേശുവിൻ്റെ ഇവിടെയുള്ള പ്രതികരണം. പെട്ടെന്നുള്ള ഒരു കോപവും അവരുടെ ഹൃദയകാഠിന്യത്തെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയും. അവരുടെ ഹൃദയകാഠിന്യം കർത്താവിന് എപ്പോഴും ദുഃഖമുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഏതായാലും യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അതൊരു ശബത്ത് നാളായിരുന്നു. ശബത്ത് മനുഷ്യനായി നിയമിച്ചു എന്നതിനാലും യേശു ശബത്തിന് കർത്താവാകുന്നു എന്നതിനാലും ഈ പാവം മനുഷ്യനെ യേശു ശബത്തിൽ സൗഖ്യമാക്കി. 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ സംഭവവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സംഭവവും ഒരുമിച്ച് പരിഗണിക്കേണ്ടതാണ്. ഈ 2 സംഭവങ്ങൾ മൂലം യഹൂദ മതനേതാക്കന്മാർ യേശുവിനോട് ഇടഞ്ഞു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ഇങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ വരുമാനം നിൽക്കും എന്നവർക്കുറപ്പായി. അവരുടെ സ്വാധീനം കുറയുകയും പേര് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നവർ മനസ്സിലാക്കി. അതാണ് ഇപ്പോൾ അവരെ ചൊടിപ്പിക്കുന്നത്. ശബത്ത് നാളുമായി ബന്ധപ്പെട്ട ഈ 2 സംഭവങ്ങൾ മൂലം ഈ രക്തദാഹികൾ യേശുവിനെ ദ്വേഷിക്കുകയും യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നത് വരെ ആ ദ്വേഷ്യം തുടരുകയും ചെയ്തു. യേശുവിനെ കൊല്ലുവാൻ അവർ പരിപാടി ഇട്ടതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇതായിരുന്നു എന്നോർക്കണം. 7-8 വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദിയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു. പല ദിക്കുകളിൽ നിന്നും ജനം അവൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത്, അവനെ അനുഗമിക്കുന്നത് നാം ഇനിയും കാണുന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പിന്നീട് സകല എതിർപ്പുകളുടെയും ഇടയിലേക്ക് യെരുശലേമിൽ അവൻ കയറി ചെന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നു. എന്നാൽ ഇപ്പോൾ അവൻ മാറിക്കളയുന്നു. എന്നാൽ ജനം അവനെ പിൻപറ്റുകയാണ്. ആ പ്രദേശം മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ വചനം കേൾക്കുവാനായി ശ്രദ്ധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനം യേശുവിനെ കേൾക്കാൻ തിരക്കിട്ട് വരുന്നു. അവനിതാ മറ്റൊരു അപകടത്തിൽ. ഇപ്പോൾ അത് മതനേതാക്കന്മാരിൽ നിന്നുമല്ല, കാരണം അവർ പുരുഷാരത്തെ ഭയപ്പെട്ടു. എന്നാൽ ജനക്കൂട്ടമെല്ലാം അവൻ്റെ പിൻപേ വരുന്നത് മറ്റൊരു അപകടമായി തീരാം. യേശു എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക.
9, 10 വാക്യങ്ങളിൽ പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. പുരുഷാരത്തിൻ്റെ തിക്കിത്തിരക്കൽ കർത്താവിനെ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതൊരു അപകടം വരുത്തി വെക്കുന്നതിനും സാധ്യതയുണ്ട്. അവർ എല്ലാ വശത്തു നിന്നും തിക്കുകയായിരുന്നു. കർത്താവ് അനേകരെ സൗഖ്യമാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേകരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഖ്യയിൽ ഒതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. അത് അനേകർ തന്നെയാണ്. അനേകം സൗഖ്യങ്ങളിൽ ചിലത് മാത്രമേ സുവിശേഷങ്ങളിൽ ഉദാഹരണത്തിനായി നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആളുകളുടെ ആകാംക്ഷയും ആവശ്യവും പ്രസക്തമാണ്. ജനം ആവശ്യക്കാരായിരുന്നു. എന്തെല്ലാം ആവശ്യത്തിലിരിക്കുന്നവരെയാണ് നാം ഇവിടെ ചുറ്റും കാണുന്നത്. 11, 12 വാക്യങ്ങളിൽ നാം കാണുന്നത്, അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവൻ്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ച് പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. അശുദ്ധാത്മാക്കൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. എന്നാൽ കർത്താവിന് സാത്താൻ്റെ സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കർത്താവ് അവയെ ശാസിക്കുന്നത് നാം കാണും. ഇന്ന് ക്രിസ്തീയ പ്രസംഗകർ ആരുടെയെങ്കിലുമൊക്കെ സാക്ഷ്യത്തിനായും തങ്ങളുടെ പബ്ലിസിറ്റിക്കായും സകല സത്യങ്ങളും ത്യാഗം ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവ് 12 പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെയും ശുശ്രൂഷയ്ക്കായി ആക്കി വയ്ക്കുന്നതിൻ്റെയും ദൈവോദ്ദേശമാണ് നമ്മൾ കാണുന്നത്. 13 വാക്യത്തിൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കർത്താവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ്. അവർ അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ അവരെ തെരഞ്ഞെടുത്തതിനാൽ അവനാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ അവർ ഒരു നാളും അനാഥരാകയില്ല. ഉത്തരവാദിത്വം കർത്താവിനാണ്. നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു അറിവാണിതല്ലേ. ദൈവം നിങ്ങളെ രക്ഷിച്ചു, നിങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു, അത് തികയ്ക്കുന്നത് വരെ അവൻ നിങ്ങളോട് കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളെ വിട്ടുകളയുകയില്ല. അന്ത്യത്തോളം അവൻ കൂടെ ഉണ്ടായിരിക്കും. യേശു അവരെ തനിക്കായി വിളിച്ചു വേർതിരിക്കുമ്പോൾ അത് സ്പഷ്ടമാണ്. യേശു വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നു. എത്ര മനോഹരമല്ലേ. 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ ശിഷ്യന്മാരുടെ പേരുകളും അവരുടെ പ്രതികരണങ്ങളുമൊക്കെ അവിടെ കാണുവാൻ സാധിക്കും. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ, അവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബൊവനെർഗോസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമാസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്നിവരെ തന്നെ. ഇതാണ് അപ്പോസ്തലന്മാർക്കുള്ള യേശുവിൻ്റെ അന്തിമമായ വിളി. ഇവിടെയാണ് അവർ വാസ്തവത്തിൽ അപ്പോസ്തലന്മാരായി തീർന്നത്. അവനു വേണ്ടി വേർതിരിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിക്കുവാൻ അയക്കപ്പെടുന്നത് ഇവിടെയാണ്. അവർ ശാരീരികമായി അവനോടൊപ്പം പോയില്ല, അതിനാൽ അവർ അവനിൽ നിന്നും വേർപെട്ടിരുന്നു എന്നും മനസ്സിലാക്കാവുന്നതത്രേ. മർക്കോസ് ഇവിടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നില്ല. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള ദൂതും അവരുടെ പ്രവർത്തന രീതിയും വിവരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പേരുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇനിയും 20, 21 വാക്യങ്ങളിൽ അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യേശു തൻ്റെ ശുശ്രൂഷയിൽ എത്രമാത്രം തിരക്കുള്ളവനായിരുന്നു എന്ന കാര്യം മർക്കോസ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എന്നാൽ അവൻ്റെ സ്നേഹിതരുടെ പ്രതികരണം നോക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി ഭൗതികമായ അല്ലെങ്കിൽ സമൂഹത്തിലെ ശ്രേഷ്ഠമായ ഒരു നല്ല കാര്യത്തിന് ജീവിതം അർപ്പിച്ചാൽ ജനങ്ങൾ അവനെ അഭിനന്ദിക്കും.
പാട്ടുകാർ, കായിക താരങ്ങൾ, ബിസിനസ്സുകാർ, കലാകാരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവരെല്ലാം ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു വ്യക്തി തന്നെ ദൈവവേലയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവന് ബുദ്ധിഭ്രമമുണ്ട്, അവന് മതഭ്രാന്താണ് എന്നായിരിക്കും ലോകം പറയുന്നത്. ഇത് അന്നും ഇന്നും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസെബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാക്കളുടെ തലവനായിട്ടാണ് ജാതികളുടെ ദേവനായ ബേൽസെബൂലിനെ യഹൂദന്മാർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ വിമർശനത്തെ അവരുടെ യുക്തി കൊണ്ട് തന്നെ യേശു ഖണ്ഡിക്കുന്നുണ്ട്. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഛിദ്രിച്ചു എങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല. അവൻ്റെ അവസാനം വന്നു. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽപ്പാൻ കഴിയാത്തതുപോലെ അവനും സാത്താൻ്റെ ശക്തി കൊണ്ട് സാത്താനെ പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് യേശു പറയുന്നത്. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. ഒരു ബലവാനായ മനുഷ്യൻ്റെ വീട് കൊള്ളയടിക്കണമെങ്കിൽ ആദ്യം അവനെ പിടിച്ചു കെട്ടേണ്ടതായിട്ടുണ്ട്. ആ സത്യം തന്നെയാണ് ഇവിടെയും കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇത് സാത്താൻ്റെ ശക്തി കൊണ്ടല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെ ആയാൽ സാത്താനോട് തന്നെ ഛിദ്രിക്കുന്നതിന് തുല്യമാണത്. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട് എന്നത് അവൻ്റെ വിമർശകരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും സാത്താൻ്റെ ശക്തി കൊണ്ടല്ല എന്നാണ് യേശു അവർക്ക് നൽകുന്ന മറുപടിയുടെ അർത്ഥം. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് കാണിക്കുന്നു. അവിടെ നാം കാണുന്നു, മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അവന് ഒരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതായിരുന്നു ക്ഷമിക്കപ്പെടാത്ത പാപം. ആ വിധത്തിൽ ഇന്ന് ആ പാപം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഒന്നാമത് അതിൻ്റെ കാരണം അവരുടെ സമീപെ തൃത്വത്തിൽ രണ്ടാമനായ യേശു തന്നെ സന്നിഹിതനായിരുന്നു. അവർ അവൻ്റെ മേൽ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. പക്ഷേ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടായിരുന്നു അത് ചെയ്തത്. അവർ വാസ്തവത്തിൽ തൃത്വത്തിലെ 2 വ്യക്തികളുടെ പ്രവർത്തനത്തെയാണ് നിഷേധിച്ചതും അവഗണിച്ചതും വിമർശിച്ചതും. പുത്രനായ യേശുവിൻ്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യവും അവർ നിരസിച്ചു. ക്രിസ്തുവിനെ സ്ഥിരമായി തള്ളിക്കളയുന്നതായ പ്രവർത്തനത്തിൽ കൂടി അവർ അവിശ്വാസത്തിൻ്റെ മനോഭാവമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അവർ പരിശുദ്ധാത്മാവിനെ എതിർക്കുകയായിരുന്നു. അത് ക്ഷമിക്കപ്പെടാത്ത കാര്യമാണ്. ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് യേശു പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇന്നൊരാൾ പാപം ചെയ്യുകയും അതിനെക്കുറിച്ച് അടുത്ത ദിവസം പാപബോധം ഉണ്ടായിട്ട് അനുതാപത്താൽ ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ അവനോട് അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കയില്ല എന്നാണെങ്കിൽ അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം ഇന്ന് അപ്രകാരം ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപം ചെയ്യുക അസാധ്യമായ കാര്യമാണ്. സകല പാപത്തിനും വേണ്ടിയാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. ഏതാനും ചില പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന ഒരു പാപം ഒഴികെ മറ്റെല്ലാ പാപങ്ങൾക്കും വേണ്ടി അല്ല യേശു ക്രൂശിൽ മരിച്ചത്. അതിനാൽ യേശു ക്ഷമിക്കാത്ത ഏതെങ്കിലും പാപം ചെയ്യുവാൻ ഇന്ന് നമുക്കാർക്കും കഴിയുകയില്ല എന്നതാണ് വാസ്തവം. പലർക്കും ഇതൊരു പ്രോത്സാഹനത്തിൻ്റേതായിട്ടുള്ള ദൂതായിരിക്കാം. ഓർക്കണം, അവിശ്വാസിയുടെ പ്രവൃത്തിയല്ല, അവൻ്റെ മനോഭാവവും അവസ്ഥയുമാണ് ക്ഷമിക്കപ്പെടാത്തത്. ഒരുവൻ തൻ്റെ വായ് കൊണ്ട് ദൈവദൂഷണം പറയുമ്പോൾ അതല്ല അവൻ്റെ ശിക്ഷാവിധിക്കിടയാക്കുന്നത്. മാറ്റമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് അവനെ കുറ്റക്കാരനാക്കുന്നത്. മാനസാന്തരമില്ലാത്ത അവൻ്റെ സ്വഭാവം. അവൻ മറുതലിപ്പിൻ്റെ സ്വഭാവം ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. ഹൃദയത്തിലും ജീവിതത്തിലും യേശുവിൻ്റെ ദൈവത്വത്തെ ബോധ്യപ്പെടുത്തുന്ന
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ എതിർക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. പരിശുദ്ധാത്മാവ് യേശുവിനെ ദൈവമായി നമുക്ക് കാണിച്ചു തരുമ്പോൾ, നാം അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ, ഇനിയും ലളിത ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനോട് പുറംതിരിയുന്നതാണ്, അത് നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ടവൻ്റെ പാപം ഏതായാലും ക്ഷമിക്കപ്പെടും, രക്ഷിക്കപ്പെടാത്തവൻ്റെ പാപം ഒരിക്കലും ക്ഷമിക്കില്ല. ആ അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഈ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുന്നത് നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയെ പൂർണ്ണമായ അളവിൽ അക്കാലത്ത് ഈ പറഞ്ഞ പ്രിയപ്പെട്ടവർ ഉൾക്കൊണ്ടില്ല എന്ന് വ്യക്തമാണ്. അവൻ്റെ അർദ്ധ സഹോദരന്മാർ ആയിരുന്ന യാക്കോബും യൂദായും, അവർ രണ്ടുപേരും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അവർ യേശുവിൻ്റെ അർദ്ധ സഹോദരന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കാം. അവർ എഴുതിയ ലേഖനങ്ങളിൽ അത് അവർ പറയുന്നില്ല. അക്കാലത്ത് അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് ബന്ധപ്പെട്ടിരുന്നതിനേക്കാൾ അടുത്തൊരു ബന്ധമാണ് യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്നുള്ളത്. ഈ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അവൻ ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയെക്കാളും എൻ്റെ സഹോദരന്മാരെക്കാളും പ്രിയപ്പെട്ടവർ ഇവർ എന്ന് പറയാൻ കാരണമായത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിൽ കൂടി ദൈവമക്കളായി തീരുവാനുള്ള അധികാരം പ്രാപിച്ച് യേശുക്രിസ്തുവിൽ കൂടി ശരിയായ രീതിയിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതിലേക്കും പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. അപ്രകാരം മാത്രമേ നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പുതിയ ബന്ധം എത്ര അനുഗ്രഹീതമാണ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനോ സഹോദരിയോ ആകുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി വേറൊരു കാര്യം, അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി തീർന്നിട്ടുള്ള നമ്മൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും ദൃഢമാകുന്നത് നാം സഹോദരങ്ങളാകുന്നു എന്ന ചിന്ത നമ്മിലുണ്ടാകുമ്പോഴാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്കും ആ അനുഭവം സ്വന്തമാക്കാം. ദൈവമായിട്ടുള്ള ബന്ധം ശരിയാകും, അന്യോന്യമുള്ള ബന്ധം ശരിയാകും. ഇതിനേക്കാൾ വലിയ അനുഗ്രഹിക്കപ്പെട്ട പദവി എന്താണ് ഈ ലോകത്തിലുള്ളത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുവിൻ്റെ സഹോദരങ്ങൾ. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് താങ്കൾ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് തന്നെ യേശുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കൂ. ആ അനുഗ്രഹീത പദവിയിലേക്ക് എത്തിച്ചേരൂ. ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ. തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഹിതങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവങ്ങളെ സ്വീകരിക്കാനാണ് മനുഷ്യർക്ക് എല്ലായ്പ്പോഴും താല്പര്യം. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ദൈവങ്ങളെ മനുഷ്യർ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ചതൊന്നും ദൈവമല്ല. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവിടുന്ന് സകലത്തിനും കാരണഭൂതനും നാം അവിടുത്തേക്കായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു എന്നതാണ് സത്യവചനം നൽകുന്ന സന്ദേശം.